Hello guys, welcome back to my YouTube channel. You're watching Kavya Talkies. Welcome to my new vlog. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ ബഹറിനിൽ പോവാണ്. നമ്മളുടെ ട്രക്കർ ബാഗിലേക്ക് ഡ്രസ്സൊക്കെ നിറച്ച് വെച്ച് നമ്മുടെ പാസ്പോർട്ടും നമ്മളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് ആൻഡ് നമ്മളുടെ വിസ ഡീറ്റെയിൽസ് ഓൺലൈൻ നമ്മൾ ഓൾറെഡി വിസ ഓൺലൈനിൽ എടുത്തു. അങ്ങനെ നമ്മൾ ബഹറിനിൽ പോവുകയാണ് ഗായ്സ്. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ചുമ്മാ എനിക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും വേറൊരു കൺട്രി ആണെങ്കിലും അതിൽ വേറൊരു കൺട്രി ആണെങ്കിലും എനിവേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ജസ്റ്റ് 2 hour ഉള്ളൂ ബഹറിനിലേക്ക്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ബഹറിൽ പോകുന്നത്. സ്വാഭാവികം ആദ്യമായിട്ടാണ് ബഹറിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. നമ്മളെ അക്ഷയാണ് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. സോ വെൽക്കം ടു മൈ വീഡിയോ ആൻഡ് നമുക്ക് നോക്കാം എന്തൊക്കെ. നമ്മൾ ഭയങ്കരമായ പ്ലാനിങ് ഒന്നും നടത്തിയല്ല പോകുന്നത്. എവിടെയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യുന്നൊന്നും ഒരു പ്രത്യേകിച്ച് വലിയ ഐഡിയയും പ്ലാനുകളും ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. ഹായ് ഗൈസ്, ഹലോ. ഇന്ന് ഫുൾ ബ്ലാക്കിലൊക്കെയാണല്ലോ ഔട്ട്ഫിറ്റ് ചെക്ക്. ഞാൻ ഗ്രീൻ ഗോയവേ. അത് റെയിൻ ഗോയവേ ആണല്ലേ. ഞങ്ങൾ ഇന്ന് ബഹറിനിലെ സെക്കൻഡ് ഡേ ആണ് ഗായ്സ്. സെക്കൻഡ് ഡേ. ഇന്നലെ നമ്മൾ ഉച്ചയായി എത്തിയപ്പോൾ. എന്നിട്ട് നമ്മൾ ഒരു ബീച്ചിലും പിന്നെ ഇവിടുത്തെ എന്ത് മുക്കായിരുന്നടാ, സുമതി വളവിലും പോയി. ഒരു കാട് പോലത്തെ ഒരു ഏരിയ. അപ്പം ഞാൻ കുറച്ച് ഓഫായിരുന്നു, കാരണം എനിക്ക് തലവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വ്ളോഗ് ചെയ്തില്ല. ബട്ട് ടുഡേ നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ മ്യൂസിയത്തിൽ പോവാണ്, ബഹ്റൈൻ മ്യൂസിയം. സോ വി വെയിറ്റിംഗ് ഫോർ ഉബർ. ബഹ്റൈൻ എങ്ങനെയുണ്ട്? ബഹ്റൈൻ ഇഷ്ടപ്പെട്ടോ ആദിക്ക്? ബഹ്റൈൻ അടിപൊളി. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നും ഇല്ലല്ലോ. ബഹ്റൈൻ ഇതുണ്ടോ, ലൈക്ക് നമ്മൾ മറ്റേ എറണാകുളത്തൊക്കെ ഇറങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ഫുൾ മലയാളീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്. മൊത്തത്തിൽ ഒരു കേരളത്തിൽ തിരിച്ചു വന്നൊരു ഫീലാണ്. ബഹ്റൈൻ കേരള സമാജം എന്ത്? അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബഹ്റൈൻ കേരള സമാജം. ബഹ്റൈൻ കേരള സമാജം.
അപ്പോൾ അതാണ് ബാക്ക് ടു നമ്മൾ വ്ളോഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ബഹ്റിൻ മ്യൂസിയത്തിൽ എത്തിയിട്ട് പോവാം, അല്ല കാണാം. ആൻഡ് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം, ബഹ്റിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് ഞാൻ ബഹ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സൗദി പോലെ അല്ല കേട്ടോ, സൗദി കുറച്ചുകൂടെ വിശാലമാണ്. ബഹ്റിൻ കുറച്ചുണ്ട്, റോഡ് തന്നെ വളരെ. ബഹ്റിൻ കുറച്ച് ചെറിയ കൺട്രിയാണ്, ബഹ്റിൻ മൊത്തത്തിൽ ചെറിയ കൺട്രിയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെക്സ് വെച്ചിരിക്കുന്നത്. കണ്ണിൽ നിന്ന് വെള്ളം വരും, ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഈ സാധനം ഞാൻ ഊഴത്തില്ല, കാരണം ഇന്നലെ ഇത് വെക്കാതെ ഞാൻ നടന്നിട്ട് എനിക്ക് തലവേദനയായിരുന്നു. സോ ഞാൻ ഇന്ന് ചായ ഇപ്പം വേണ്ട, കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും ഗൈസ്. ആൻഡ് ഇന്ന് മ്യൂസിയത്തിൽ പോകണം, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മോളിൽ പോകണം, പിന്നെ വൈകിട്ടും കുറേ പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞത് ആദിയുടെ ഫ്രണ്ട് ഫിറോസും എൻ്റെ ഫ്രണ്ട് ജസീന ചേച്ചിയും ഇവിടെ ഉണ്ട്. സോ നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോവും. സോ ഇന്ന് കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ അഗെയിൻ വെൽക്കം. ഞാൻ ആദ്യം വെൽക്കം പറഞ്ഞായിരുന്നു അല്ലേ, ബഹ്റിൻ വ്ളോഗ്. നമുക്ക് മ്യൂസിയം എത്തിയിട്ട് കാണാം. മറ്റേ കോസ്വേ ആണ് കേട്ടോ ഞാൻ കാണിച്ചത്. അത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കോസ്വേയിൽ. അത് നൈസാണ്. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്, മറ്റേ സൗദി ബഹ്റിൻ ബോർഡറിൽ വരുന്നൊരു സംഭവമാണ്. ഗായ്സ് നമ്മൾ മ്യൂസിയം എത്തി. മ്യൂസിയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നൈസ് പ്ലേസ്. എത്തി. നോർമലി അങ്ങനെയാണ് ഒരു പറയും, ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയും. ബഹ്റിൻ നാഷണൽ മ്യൂസിയം. ദിസ് ഈസ് ദ മ്യൂസിയം ഗായ്സ്. ഫോട്ടോ എടുക്കണം. യെസ്, അകത്ത് കയറാം. ഇവിടെ കുറേ ഇതിനെന്തു പറയുന്ന പ്രതിമയോ ബിംബോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയോ. നമുക്ക് അകത്ത് കയറാം. അകത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. നല്ല വെയിലുണ്ട് എന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളമൊക്കെ പോകുന്നില്ല. പക്ഷെ ഒരു കാറ്റുണ്ടല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ വെയിലുള്ളത് അകത്തിരുന്നുകൊണ്ട് എനിക്ക് വെയിലുണ്ട്. ടിക്കറ്റ് എടുക്കാം. ഇതിവിടുത്തെ ടീ കപ്പാണെന്നാണ് അവർ പറയുന്നത്. ജാപ്പനീസ് ടീ കപ്പ്. എല്ലാം ജാപ്പനീസ് ടീ കപ്പാണല്ലോ. കോഫി ഡ്രിപ്പർ, ആഷ് സിഫ്റ്റർ ആൻഡ് യൂട്ടൻസിൽ. എന്ത് ചായരിപ്പി, അതന്നെ. ടീ സ്റ്റെയിനർ. ഇതെന്താ? സംതിങ് വുഡൻ തിങ്സ് ഗായ്സ്. ഇവിടുത്തെ മ്യൂസിയത്തിൽ ചായക്കപ്പും കുറേ കപ്പുകളൊക്കെയാണ് വെച്ചിരുന്നുണ്ട്. ലോട്ട്സ് ഓഫ് മഗ്സ്. എന്താ ഇതൊക്കെ? കുറേ ക്ലേ വെച്ചിട്ടുള്ളതായിരിക്കും അല്ലേ? രസമുണ്ട്. ഇതേ ഇവിടെ നോക്കിയ കുറേ ടീപോട്ടല്ല, സംതിങ് എന്തിവിടെ എഴുതിച്ചു നമുക്ക്. ടീപ്പൊട്ടി. ഫുൾ ഒരു ചായക്കട തന്നെ തുടങ്ങാനുള്ള പരിപാടി നമ്മുടെ മ്യൂസിയത്തിലുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് കുറച്ച് വുഡൻ സംഭവങ്ങളും. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് ഗൈസ്. ആൻഡ് എന്തത് വാളം. കുറേ പെയിൻറ്റിങ്സ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇതെന്താടാ കുട്ടാ? ലെറ്റ്സ് ലുക്ക്.
ഇതൊക്കെ ആരുടെയൊക്കെ ഫോട്ടോ, ഇതൊക്കെ ഇവരുടെ ആരുടെങ്കിലും ഒക്കെ ആണോ അതോ ചുമ്മാ ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ട് ഐ തിങ്ക് ഇവിടെ ഇങ്ങനെ വെക്കുമായിരിക്കും. എടാ ഇത് കൊള്ളാം, ഈ ബാക്ക്ഗ്രൗണ്ട് രസമുണ്ട് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, കുറെ നല്ല നല്ല പെയിന്റിങ്സ് ഉണ്ട് ഗായ്സ്. ഐ വിൽ ഷോ യു. ഇവിടെ എന്തൊരു വെറൈറ്റി സാധനം ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സംഭവം. ആദ്യം മനസ്സിലായോ? പറ. ആ കാറിനെ കാണിച്ചു കൊടുക്കൂ പ്ലീസ്. ഇത് കാറാണോ ജീപ്പാണോ? കാറാണ്, പഴയ ഏതൊരു കാറാണ്. ഐ ഡോണ്ട് നോ, പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പണ്ടത്തെ ഇവിടുത്തെ രാജാവ് പോയ കാറായിരിക്കും. എന്താ അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം ഇതിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഗൈസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ഉണ്ട്. പക്ഷെ രസമുണ്ട്. ഒന്നുമില്ലെങ്കിൽ നല്ല തണുപ്പെങ്കിലും ഉണ്ട്. ഇതെന്താ ഇത്? ഫ്ലെയിം ഓഫ് പീസ്. പീസിൻ്റെ സിമ്പിൾ ഇതാണോ? ഫ്ലെയിം ഓഫ് പീസ്. അതിൻ്റെ അവിടെയൊക്കെ കുറേ പെയിൻറ്റിങ്സ് ആയിരുന്നു. ഫ്ലെയിം ഓഫ് പീസ്. വാട്ട് നെക്സ്റ്റ് എന്ന് നോക്കാം. ഇവിടെ മെയിനായിട്ട് കുറേ പെയിൻറ്റിങ്സ് ആണ് കൈസുള്ളത്. കണ്ട, ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. ഇത് പെയിൻറ്റ് അല്ല, ആരോ മീൻസ് ഇത് ഫോട്ടോ എടുത്തതാണ് അല്ലേ? എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നോക്കി, ഇലകള്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും യൂസ് ചെയ്യത്തില്ല, നമുക്ക് ഫോട്ടോയ്ക്ക് തെളിച്ചില്ലെന്ന്. ഇത്രയും എന്തായാലും ഇത് പണി അറിയാവുന്നവരെടുത്ത ഫോട്ടോ ആയിരിക്കും. ഇവിടെ നല്ല നോക്കാ, ഈ ഇടയ്ക്ക് പെയിന്റ് അടിച്ചതുള്ളൂ. പെയിന്റ് ഇത് നോക്കി, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റുമോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ മാർബിൾ എന്തോ ആണ്, എന്തോ കല്ല് പൊട്ടിച്ചു വെച്ചിരിക്കുക. ക്രിസ്റ്റൽസ്. ഇവിടെ ഉണ്ട് ഗൈസ്. നൈസാണ്. പോണാ, നല്ല ഭംഗിയുണ്ട്. അവരുടെ ഇതാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. എസ്തെറ്റിക്സ് അതിനാണ് അവര് വേണ്ടി നമുക്ക് മുകളിൽ ബ്ലാക്ക് അടിച്ചിട്ട് ഇവിടെ ബ്ലൂ അടിച്ചിട്ട് ഈ സാധനം വെച്ചേക്കും, എങ്കിലേ അതിനൊരു എഫക്റ്റ് വരുള്ളൂ. ഇതിനകത്ത് കയറിയിട്ട് ആള് സ്പെക്സ് വെച്ചോണ്ട് ഇതെടുത്ത് തലയിലും മേളിലോട്ട് വെക്ക്, കണ്ണ് വെച്ച് കാണു കൂട്ടാ. വാട്ട്സ് ദാറ്റ്? എന്തൊക്കെയോ അറബി വെച്ച്, അറബിയാണോ ഇത്? എഴുതി വെച്ചിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ഇതൊക്കെയാണ് മറ്റേ മോഡേൺ പെയിന്റിംഗ് എന്ന് പറയുന്ന സാധനം, മോഡേൺ ആർട്ട്. നമുക്ക് മനസ്സിലാക്കാൻ പാടില്ല. ഇത് കൊള്ളാം. അതൊരു സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഒരു സംതിങ്, ഒരു സീ പോലെ എന്തൊരു സാധനമുണ്ട്. സീ അല്ല, സംതിങ് എന്തോ ഒരു വെള്ളം പോകുന്ന സാധനം. അതിൻ്റെ ഒരാളായിരുന്നു അതിൻ്റെ പടം വരയ്ക്കുന്നു. ഇതൊക്കെ നല്ല പെയിന്റിങ്. ഈ പെയിന്റിംഗ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് കൊള്ളാം. ഇത് ഇവിടെയുള്ള എന്തെങ്കിലും ആയിരിക്കും. ഇതാന്ന് തോന്നുന്നു മറ്റേ തായ്. ഇതൊക്കെ ഇവിടുത്തെ പ്ലേസസ് തന്നെ ആയിരിക്കും. ബട്ട് നമ്മൾ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. ഇതെന്തോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലോ. ഒന്നും തുടരുന്നൊക്കെ ചോദിച്ചു, ഞാൻ തുടങ്ങുന്നില്ല. ആൻഡ് ഇവിടെ കുറെ പെണ്ണുങ്ങൾ നിൽക്കുന്നു ഗൈസ്. ദാറ്റ്സ് നൈസ്. ആ കോർണറിൽ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ലുക്ക് ഗൈസ്, ക്രിസ്റ്റൽസ് വെച്ച് വെച്ചേക്കുവാ. നോക്കിയേ, നേരിട്ടാണോ? ഭയങ്കര ഭംഗിയുണ്ട്. ക്രിസ്റ്റൽസ് വായിച്ചു നോക്കി. ആർട്ടിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്താണ്? ബീഡ്സ്, മുത്താണോ? ഗ്രീൻ സ്റ്റോൺസ് റെപ്രസെന്റ് സുബ്ഹാനല്ലാഹ്, റിഫ്ലെക്റ്റിംഗ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നല്ല പെയിന്റിങ്സ്, ബ്യൂട്ടിഫുൾ. ഇതെല്ലാം മോഡേൺ ആർട്ടാണ്, കാരണം നമുക്കൊന്നും മനസ്സിലാക്കാൻ പാടില്ല. ഇതെന്തത്? ഡ്രസ്സ് വിൽക്കട്ടേക്കുന്നു. ഇതിനകത്ത് ഇതും ഉണ്ട് കേട്ടോ ഗൈസ്. ഡ്രസ്സൊക്കെ വിൽക്കുന്ന സ്ഥലം വെച്ചേക്കുന്നു. ആൻഡ് കുറേ പെയിൻറ്റിങ്സ് കേട്ടോ, ഇഷ്ടംപോലെ പെയിൻറ്റിങ്സ് ആണ്. ഇതേ അവിടെ നോക്കി, ഒരു എന്താ വെറൈറ്റി സംഭവം ഉണ്ട്. ഇവിടെ നോക്കടാ. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ബഹ്റൈനിലെ ആളുകളുടെ ഡ്രസ്സാണെന്ന് തോന്നുന്നു. അവരിവിടെ കുറച്ച് സാധനം, നമുക്ക് ജീൻസൊക്കെ തന്നെ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വേറെ എന്തൊക്കെയാണല്ലോ. അതിനകത്ത് എന്താ ടിവിയോ? ഇതാരാ? ഹൂസ് ദാറ്റ്? കുറെ പെയിന്റിങ്സ്. ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ഗൈസ്.
ആരുമില്ല അവിടെ കാണാൻ. ആദിഷിന്റെ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന എന്നാൽ ആദിഷ് അവകാശപ്പെടുന്ന സൗദി അല്ലല്ലോ ബഹ്റിൻ രാജാവ്. ആദിഷിന്റെ കട്ടുണ്ടോ നോക്കിയേ, ഉണ്ടോ? എന്റെ അപ്പൂപ്പന്റെ ചായ അല്ല, ആദിഷിന്റെ അപ്പൂപ്പന്റെ ചായ. സോറി, എന്റെ അപ്പൂപ്പ ഇങ്ങനല്ല. ബഹ്റിൻ രാജാവിന്റെ ചായയൊക്കെയാണ് ആദിഷിന്റെ അപ്പൂപ്പൻ എന്നൊക്കെയാണ്. ഇതെന്താ ക്രാഫ്റ്റ് എന്തൊക്കെയോ പരിപാടിയല്ല. കൊള്ളാം, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പറഞ്ഞത് വന്നോ? കഴിഞ്ഞു തോന്നുന്നു. തറ കണ്ടോ? വേറൊരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ പോട്രി, ഇവിടെ പോട്രി, കുറെ പോട്ടുകൾ, പഴയ പഴയ സംഭവങ്ങൾ, എന്തൊക്കെയോ കൊടുവാൾ, കത്തി. പണ്ട് ഐ തിങ്ക് ഇവിടുത്തെ ട്രൈബൽസ് യൂസ് ചെയ്തിരുന്ന മാലകൾ, അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. ടെമ്പിൾ സ്റ്റാമ്പ് സീൽസ്, സ്റ്റാമ്പ്, പഴയ സീല്, ഒട്ടി കുടമൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഫുൾ കുടമാണ്, കുടം കുടം കുടം, കുടത്തിൻ്റെ പടം. കേസ് ഇവിടെ മേളിലേക്ക് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നത്. എന്തുവാ എത്തിയോ? ചുമ്മാ ഒരു ഭംഗിക്കായിരിക്കും. നമുക്ക് എന്തെങ്കിലും കാണാതിരിക്കില്ല. അവിടെ അവിടെ ഉണ്ട്, സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കൺസ്ട്രക്ഷൻ, ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിവരുടെ ഗോഡ് ആണെന്ന് തോന്നുന്നു. കണ്ടോ, അതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ഇതുണ്ടോ ഗൈസ്, അൽ ഖാമിസ് എന്ന് പറയുന്ന മോസ്കിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം ഗൈസ്. ഇവിടെ ഇതുണ്ടോ ബേക്കർ, പണ്ടത്തെ ബഹ്റിൻ ബേക്കർ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ടു. ഒരു പിസ്സ, പ്ലെയിൻസ്. അതാരാ പേടിയാവുന്നല്ലോടാ. ഇതിന് പേരില്ലേ? ഈ ഉദാര ഇതും ബേക്കറായിരിക്കും അല്ലേ? കൊള്ളാം. ജിലേബി എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നു? ഉണ്ടാക്കുന്ന ബേക്കറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം അങ്ങനെ പണിക്കാരെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? കൊള്ളാല്ലേ? ഇതുണ്ടോ, എല്ലാം കടക്കാരാണ്. തയ്യൽ മെഷീൻ, ബാർബർ ഷോപ്പ്, ലുക്ക് സലൂൺ. പഴയ ബാർബർ ഷോപ്പ് ഉണ്ടാക്കി. ഇതുണ്ടോ തയ്ക്കട? ചേച്ചിയും ചേട്ടനോട്ടിരുന്ന് തയ്ക്കുവാന്നല്ലോ. തയ്യൽ നടക്കൂ. ഇതെന്താ, ഇത് ഓലപ്പുരി? ഇതെന്തൂടെ വിറക് വെക്കുന്നു അവിടെ? പൊയില മനസ്സിലായി. ഇതെന്തോ മനെ? ആദിശം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് കാർപ്പൻ്റർ. എല്ലാവരും ഇവിടെ എന്തോ? നിന്നെ അല്ല വിളിച്ചത് ഗൈസ്. സ്വർണം ഒരുക്കുന്ന ബഹ്റിലുള്ള ആൾ. അതെ, പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതേ. നമ്മൾ പക്ഷെ ഇതിലൊക്കെ കുറെ കണ്ടിട്ടില്ല. ചെരുപ്പൂത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഒന്നും ഇല്ലായിരിക്കും. ഇവിടെ ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര അത്ഭുതം. ഇതെന്തുവാ? സ്വർണ്ണം ഒരുക്കുവന്നു. ഓനോ, എനിക്ക് പെട്ടെന്ന് ജീവനുണ്ടെന്ന് തോന്നി. ആൾക്കാരിരിക്കുന്നു. പേടിപ്പെടുത്തുന്ന കുറെ രൂപങ്ങൾ. മീൻസ് കച്ചവടക്കാർ. ഈത്തപ്പഴമാണോ ഇത്? ഈത്തപ്പഴം. ഇനിയുണ്ട് ഗൈസ്, നോക്കിയേ. ഇത് നമ്മുടെ ഗാന്ധിജിയുടെ സാധനമല്ലേ? ഇതെന്തിനാ ഇവരിവിടെ വെച്ചേക്കുന്നത്? ചക്ര ഓക്കെ, ഏതല്ലേടാ? അതുപോലൊരു ഐറ്റം കേട്ടോ. ആൻഡ് ഇത് മറ്റേ നെയ്ത്ത് പോട്ടറി. അത് ചുടുന്ന ചൂള വരെ ഉണ്ട് ബാക്കില്. ഓ മനുഷ്യൻ, ഒരു പെണ്ണിരിക്കുന്നു വിത്ത് ഗാവ. വീണ്ടും കുറെ പെണ്ണുങ്ങൾ, ആണുങ്ങൾ. ഇതൊക്കെ കുറച്ച് ജീവനുള്ള പോലെ ഉണ്ടല്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു റിയലിസ്റ്റിക് പരിപാടിയാണ്.
കൊള്ളാം. ഇത് ഇവിടുത്തെ മീൻ പിടുത്തക്കാരാന്ന് തോന്നുന്നു. മീൻ പിടിക്കാൻ പോവാണ്. ഹായ് ഗായ്സ്. ചുട്ടൊക്കെ തരും. ഇത് മീൻ പിടിക്കാൻ പോകുന്ന ആൾ ആൻഡ് ഇത് അവരുടെ കട. മീൻ വിൽക്കാനും ഇരിക്കുന്നുണ്ട്, മീൻ ചുടാനും ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു കപ്പൽ, ദ ബോട്ട് കഴിഞ്ഞു. ആ സംഭവം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഓർണമെന്റ്സ് ഉണ്ട് കേട്ടോ. മുത്തുമാലകൾ. ഇതൊക്കെ പേളാണല്ലേ? ഒറിജിനൽ പേളാണോ ഇത്? പേളല്ലല്ലോ, ഇതെന്ത് സംഭവം? ആണ് മിക്സഡ് പേൾസ്. എനിക്ക് മിക്സഡ് പേൾസ് ചോദിക്കണ്ടോ? ലുക്സ് നൈസ്. സോ നമ്മൾ മ്യൂസിയത്തിന്റെ അകത്തുനിന്ന് ഇറങ്ങി പുറത്ത് നോക്കിക്കേ ഗായ്സ്. ഇവിടെ വെള്ളം, പൂളല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ ഒരു ഐലൻഡ് ആണല്ലോ. ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം. നൈസ്, ലുക്സ് സോ നൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലുക്സ് നൈസ്. കളകളമൊഴുകും ഒരരുവിയിൽ ഒരു പുളകം. ദാറ്റ് അവസ്ഥ. ഇത് ഒഴുകുന്നുണ്ട് കേട്ടോ. നൈസാണേ. ഇവിടെ ഇരിക്കാവോ? ഇവിടെ നല്ല ഭംഗിയുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ മ്യൂസിയത്തിലുള്ളത്. എനിക്ക് ആ ഒരു ഐലൻഡ് ഏരിയ ഇഷ്ടപ്പെട്ടു. നൈസാണ്. ഇവിടെ നമുക്ക് മോർണിംഗ് സത്യം പറഞ്ഞാൽ ബഹറിൽ വരാൻ പറ്റിയ ഒരു സ്പേസ് ആണിത്, ഒരു സ്പോട്ടാണിത്. ബിക്കോസ് അകത്ത് നല്ല കൂളാണല്ലോ. അപ്പോൾ ഈ പൊട്ട വെയിലത്ത് നമുക്കിങ്ങനെ നടക്കേണ്ട കാര്യമില്ല, അതിനകത്ത് കയറാം. ആൻഡ് ഇനി നമ്മളൊരു മാളിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഇവിടെ അടുത്തുള്ള മാള് അവന്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ? യാ, മോളിൽ പോകാം. ആൻഡ് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പോവാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ. എല്ലാ ഫോറിനേഴ്സ് ആയിരുന്നു. നമ്മൾ ഇന്ത്യൻസോ മലയാളീസോ ആരെയും അധികം കണ്ടില്ല. 1-2 പേരെയും കണ്ടു. അതൊക്കെ എല്ലാ ഫോറിനേഴ്സാണ്. എല്ലാവരും കണ്ടോ? ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നമ്മുടെ നാട്ടിലെ മ്യൂസിയം കാണാൻ ആൾക്കാർ പോകുന്ന പോലെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാം, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. സോ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. മ്യൂസിയത്തിനടുത്ത് തന്നെ നോക്കിയേ, ഭയങ്കര തണലുള്ള കുറേ മരങ്ങളുള്ള, നമ്മൾ നാട്ടിലേതോ ഒരു പാർക്കിൽ ചെന്ന ഫീലുള്ള ഒരു സ്പേസ് ഞങ്ങൾ കണ്ടു. ഇത് തുറന്നിട്ടിരിക്കുക. ഇവിടെ ഒന്നും ആരും ഇല്ല. സോ അവിടെ ഒരു ഇരിക്കുന്ന സ്പോട്ട് കണ്ടു. അതിൻ്റെ ആദ്യം ഇവിടെ പോയിരിക്കുന്നുണ്ട്. But it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ashore. A subtle pocket beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story. Simple, tranquil, and flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. If you ever feel like pairing lyrics with that vibe, I'm here.
സ്ട്രോങ് ആണ്. ആ സെറ്റപ്പ് ഉള്ളതാണ് ലെയർ ലെയർ ആയിട്ട്. അങ്ങോട്ടാണോ പോകുന്നത്? I'm all about എങ്ങനെ കയ്യില്ലേ തോറിന്റെ കയ്യിലെ സാധനം but it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ashore. A subtle pocket beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, and flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. If you ever feel like pairing lyrics with that vibe, I'm here. Hi guys, നമ്മൾ ഡ്രാഗൺ സിറ്റി വന്നിരിക്കുകയാണ്. ഡ്രാഗൺ സിറ്റി is full of shopping. നിങ്ങൾ എൻ്റെ പുറകിലും അപ്പുറം ഇപ്പുറമായിട്ട് കാണുന്നില്ലേ, എല്ലാം ഷോപ്പിംഗ് സെൻ്ററുണ്ട്. ഷോപ്പിംഗ് അതിൻ്റെ അപ്പുറത്ത് തായ്മാട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നത്. If you ever Pikachu. feel like pairing lyrics with that vibe, I'm here. കഫ്താൻ എടാ ഷോപ്പിംഗ് ചെയ്യുന്നവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കഫ്താന്റെ വില നോക്കിക്കേ. ബഡ്ജറ്റ് തീർന്നോ? ഈ കിടക്കുന്ന കഫ്താനാ. കഫ്താൻ വണ്ടിക്കകത്ത് നല്ല നല്ല റിങ്ങുകൾ, നല്ല നല്ല കമ്മലുകൾ. ഐ ലൈക്ക് ഇറ്റ്. ബട്ട് യു ഡോണ്ട്. അയ്യോ എടാ ഇത് നോക്കടാ, ഇതെന്തോ ഡാൻസ് ചെയ്യുന്ന ഡ്രസ്സ്. കാരണം മേടിച്ച ഡെയിലി വ്ളോഗ് ഇടായിരുന്നു. ഐ മീൻ മാലയൊക്കെ നോക്കി കോമഡി ആയിട്ടുണ്ട്. എല്ലാവരും എല്ലായിടവും ഒന്ന് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അല്ല എല്ലാവരും ഗുച്ചി എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടാ. ഭയങ്കര മണമൊക്കെ. എന്തുവാ എന്തോ നോക്കാൻ. കൂളിംഗ് ഗ്ലാസ് ഓക്കെ. ഡു യു നീഡ്?
but it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ashore. A subtle pocket beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. If you ever feel like pairing lyrics with that vibe, I'm here. നിനക്ക് ആ ചെടി പേര് വേണ്ട. അയ്യോ എനിക്ക് എടാ ഞാൻ If you ever feel like pairing lyrics with that vibe, I'm here. കയറ്റത്തിന് കറിയോ കുറച്ചേരം ഒന്ന് കൂളായി. അതോ ഇത് പൊഴിഞ്ഞു പോന്നെയാണോ? തലയൊക്കെ പൊക്കി വരും. സെയിം ഡ്രസ് തലോടിക്കോ?
Yeah.